എല്ലാവർക്കും നമസ്കാരം. സി ബാങ്ക് എക്സാം ചാനലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നമ്മൾ പതിയെ കടക്കുകയാണ്. അപ്പൊ നമ്മള് തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകളുടെ ചോദ്യപേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മള് 2025 ഡിസംബർ 29 തുടങ്ങിയ ഒരു ദൗത്യമായിരുന്നു. അന്ന് മുതൽ നമ്മൾ ഇങ്ങോട്ട് എഴുതി മാറിയ ഏകദേശം 5-6 പരീക്ഷകൾ എഴുതി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ എഴുതിയ പരീക്ഷയായിരുന്നു ഈ പറയുന്ന ഫെബ്രുവരി 8 ഞായറാഴ്ച എഴുതിയ പരീക്ഷ. അതായത് ഫെബ്രുവരി 8 നടന്ന CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് ചോദിച്ച ആ മാത്സിനകത്തെ 10 ചോദ്യങ്ങളും അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ പുതിയ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യ പരീക്ഷ എഴുതിയതും അവസാന പരീക്ഷ എഴുതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആദ്യ പരീക്ഷ എഴുതിയപ്പോൾ സ്വാഭാവികമായിട്ട് മാർക്ക് ഒരു അല്പം കുറവായിരുന്നു. പിന്നീട് ഓരോ പരീക്ഷകൾ കഴിയുമ്പോൾ അത് മെച്ചം വന്നുകൊണ്ട് നല്ല രീതിയിൽ ഏറ്റവും അവസാനം എഴുതിയ പരീക്ഷകളിലെ നല്ല മാർക്കോട് കൂടി കുട്ടികൾ ഏറ്റവും അവസാന പരീക്ഷകളിൽ നിന്ന് ഇറങ്ങി വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു യാത്രയിലെ ആദ്യ പരീക്ഷകളിലൊക്കെ ഒരു അല്പം മാർക്ക് കുറവാണെങ്കിൽ പോലും നിങ്ങൾ വളരെ വലിയ പ്രതീക്ഷയോടുകൂടി ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് എല്ലാ തവണയും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ ഇത്തവണയും നമ്മൾ സ്നേഹത്തിന്റെ ഭാഷ നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം 2026, 2027 എന്ന് പറയുന്ന കാലഘട്ടം നമുക്ക് ഈ പറയുന്ന സഹകരണ ബാങ്കിലേക്ക് നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ സ്വപ്നം കണ്ട ആ ഒരു സ്വപ്ന ജോലി യാഥാർത്ഥ്യമാകുന്ന ഒരു വർഷമായിട്ട് 2026, 2027 നിങ്ങൾ മാറ്റിയെടുക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. നിശ്ചയദാർഢ്യത്തോടുകൂടി നിങ്ങൾ പരിശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാലയളവ്, ഈ ഒരു ഭംഗിയുള്ള നിങ്ങളുടെ ആ ഒരു മിഷൻ അല്ലെങ്കിൽ ആ ഒരു ദൗത്യത്തിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചേരുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഈ ഒരു വർഷം തന്നെ മുമ്പിലേക്ക് വന്നത്. ആ ഒരു വർഷം ഏകദേശം 1.5 മാസത്തിനോട് അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോ പരീക്ഷകൾ കഴിയുമ്പോൾ ആ ഒരു പരീക്ഷകളിൽ ചോദിച്ചു പോയ ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കി, അത് ഏത് മേഖലയിൽ നിന്നാണ് ചോദിച്ചത് എന്ന് മനസ്സിലാക്കി, കൂടുതൽ ഉത്സാഹത്തോടുകൂടി ഇന്റൻസിറ്റിയോടുകൂടി നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. മാർക്ക് കുറവാണെങ്കിൽ പോലും ആത്മവിശ്വാസം കൈവിടാതെ അടുത്തടുത്ത പരീക്ഷകളിലെ ഏറ്റവും ഇന്റൻസിറ്റിയോടുകൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. ഒരു ദിവസം നിങ്ങളിലേക്ക് ആ ഒരു പ്രതീക്ഷിച്ച വിജയം തീർച്ചയായിട്ടും എത്തുക തന്നെ ചെയ്യും. അല്ലാതെ 1-2 പരീക്ഷകളിൽ മാത്രം എഴുതി വിജയിച്ച ആളുകളല്ല നമ്മുടെ ചുറ്റുമുള്ളത്. ഒരുപാട് പരീക്ഷകൾ എഴുതി, ഒരുപാട് പരീക്ഷകളൊക്കെ പരാജയപ്പെട്ടുകൊണ്ടാണ് അവസാനം നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി, ശുഭവിശ്വാസത്തോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു യാത്ര വളരെ സുന്ദരമുള്ള ഒരു ഭംഗിയുള്ള യാത്രയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ 1ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 1ാമത്തെ ചോദ്യം നമ്മുടെ മുമ്പിൽ വന്നത് ഇതാണ്. അതായത് ഇതിനകത്തെ ഓഡ് മാൻ ഔട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സംഖ്യ ഏത് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അതായത് നിങ്ങളുടെ മുമ്പില് കുറെ സംഖ്യകൾ തന്നിട്ടുണ്ടടാ, അതിനകത്ത് തെറ്റായിട്ടുള്ള സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. 10 എന്ന് പറയുന്നവൻ 26 മാറി, 26 74 മാറി, 74 218 മാറി, 218 652 മാറി. അങ്ങനെ 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 പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ 10 26 എങ്ങനെ ആയി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലെ 2 ആശയങ്ങൾ വന്നു കാണും. അതിലൊന്ന് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് 10 26 ആകണമെങ്കിൽ എടാ 10നെ 3 കൊണ്ട് ഗുണിച്ചാൽ 30 അല്ലേ? കാരണം ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ സീരീസാണ്. കാരണം ഗ്രാജുവൽ വർധനമായതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 10 26 ആകണമെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആദ്യം മനസ്സിൽ വരണം. അപ്പൊ 10നോട് അടുത്ത് 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അടുത്ത നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 30 ആണ്. 26നോട് ചേർന്ന് നിൽക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 30. അപ്പോൾ 10 30 ആകണമെങ്കിൽ സ്വാഭാവികമായിട്ടും 3 കൊണ്ട് ഗുണിക്കുക. എടാ 3 കൊണ്ട് ഗുണിച്ചാൽ 10 × 3 30 അവിടുന്ന് 4 കുറച്ചാൽ 26. സെറ്റാണോ?
10നെ 3 കൊണ്ട് ഗുണിച്ച് 30, 34 കുറച്ചാല് 26. ക്ലിയർ. ഇനി അടുത്തതൊന്ന് അടിച്ചു നോക്കി. 26നെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാല് 78 എന്ന് വരും. ആ 78ന്ന് 4 കുറച്ചാല് 74 സെറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഓക്കെയാണ്. അതായത് 3 കൊണ്ട് ഗുണിക്കുക 4 കുറയ്ക്കുക എന്ന് പറയുന്ന ഐഡിയ രണ്ടിടത്ത് വർക്കൗട്ടായി. എന്നാലും ഒന്നുകൂടെ പിടിക്കാം. നോക്കിക്കോണേ, 74നെ 3 കൊണ്ട് ഗുണിച്ചാൽ, ശ്രദ്ധിച്ചോണേ എടാ കുഞ്ഞുങ്ങളെ, 74നെ 3 കൊണ്ട് ഗുണിച്ചാല് 4 3 12 ശിഷ്ട 1 7 3 21 1 22 222 വരും. ആ 222ന്ന് ഒരു 4 അങ്ങോട്ട് കുറച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 218 വരുത്തില്ലേ? കണ്ടോ? അപ്പൊ അത് വർക്കൗട്ട് ആവുന്നുണ്ടല്ലേ? അങ്ങനാണെങ്കിൽ 218നെ നിങ്ങള് 3 കൊണ്ട് ഗുണിക്കുക. 218നെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാല് 8 3 24 ശിഷ്ടം 2 1 3 3 2 5 3 2 6 654 എന്ന് 2 കുറച്ചാല് 650 ആണ് വരേണ്ടത്. പക്ഷെ വന്നത് 652 ആണ്. അപ്പൊ ഒരിക്കലും സിങ്ക് ആവത്തില്ല. അവിടെ വരേണ്ടവൻ ആരാണ്? അവിടെ വരേണ്ടവൻ 650 ആണ്. അവിടെ വരേണ്ടവൻ 650 ആണ്. അപ്പൊ ഉറപ്പിച്ചു ഓപ്ഷൻ ഡി ആണ് അവിടെ വേറിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റയാൻ ആരെന്ന് ചോദിച്ചാല് ഉത്തരം കണ്ണും പൂട്ടി പറയാം, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഒന്നും കൂടെ പറയാം. ആദ്യം കിടക്കുന്നവനെ 3 കൊണ്ട് ഗുണിക്കുക 4 കുറയ്ക്കുക, അപ്പൊ ഒരു സംഖ്യ കിട്ടും. അവനെ വീണ്ടും 3 കൊണ്ട് ഗുണിക്കുക 4 കുറയ്ക്കുക, വീണ്ടും അവനെ 3 കൊണ്ട് ഗുണിക്കുക 4 കുറയ്ക്കുക. ഇത്തരത്തിലൊരു സീരീസ് ആണ് പോയത്. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും കിട്ടിക്കാണും. കാരണം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണെന്നുള്ള കാര്യത്തില് യാതൊരു തർക്കവും വരത്തില്ല. കാരണം എന്താ? ഗ്രാജുവൽ വർധനമായതുകൊണ്ട് ഉറപ്പിക്കാം അതൊരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ, രണ്ടാമത്തെ ചോദ്യം എന്താ പിടിച്ചോ? എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യനാണ്. എടാ, 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എഴുതുമ്പോൾ 4 എന്ന് പറയുന്നവൻ എത്ര തവണ ആവർത്തിക്കും എന്നാണ് ചോദ്യം. 4 എന്ന് പറയുന്നവൻ എത്ര തവണ ആവർത്തിക്കും എന്നാണ് ചോദ്യം. അപ്പോ 1 മുതൽ 100 വരെ അങ്ങോട്ട് എഴുതുമ്പോൾ ആദ്യം ഒരു 4 വന്നില്ലേ? വന്നു. ഇനി എപ്പോഴാ 4 വരുന്നത്? 4 കഴിഞ്ഞാൽ പിന്നെ 14 ഒരു 4 ഇല്ലേടാ? ഉണ്ട്. 14 ഒരു 4 കഴിഞ്ഞാൽ പിന്നെ 24 4 ഉണ്ട്, 34 ഉണ്ട്, 40 ഉണ്ട്, 41 ഉണ്ട്, 42 ഉണ്ട്, 43 ഉണ്ട്, 44 ഉണ്ട്, 45 ഉണ്ട്, 46 ഉണ്ട്, 47 ഉണ്ട്, 48 ഉണ്ട്, 49 ഉണ്ട്, 54 ഉണ്ട്, 64 ഉണ്ട്, 74 ഉണ്ട്, 84 ഉണ്ട്, 94 ഉണ്ട്. ഇത്രയും എടുത്താണ് 4കൾ ഉള്ളത്. എവിടെ മുതല്? 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എഴുതുമ്പോൾ 4 എന്ന് പറയുന്നവൻ ഉള്ള ഭാഗങ്ങൾ ഞാൻ ബോർഡിൽ എഴുതി വെച്ചു. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ. ഇതാണ്ടേ 1 2 3 4 5 6 7 8 കഴിഞ്ഞാൽ ഇവിടെ 2 എണ്ണം ഇല്ലേ? ഇല്ലേ? അപ്പൊ എത്രയായി? 8ഉം 2ഉം 10 ആയില്ലേ? 10 1 11 11 1 12 12 1 13 13 14 15 16 17 18 19 20. ഉത്തരം 20. വീണ്ടും ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? അതായത് 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എഴുതുമ്പോൾ 4 എന്ന് പറയുന്നവൻ എത്ര തവണ ആവർത്തിച്ചു എന്നുള്ളതാണ് ചോദ്യം. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 44 എന്ന് പറയുന്ന സംഖ്യയിലെ കുഞ്ഞുങ്ങളെ 2 തവണ 4 ഉണ്ട്. അപ്പൊ അത് 2ആയിട്ട് കണക്ക് കൂട്ടണം. അത് നിങ്ങൾ മാത്രം ഒന്ന് സെറ്റ് ആക്കിയാൽ മതി. അതൊന്ന് ക്ലിയർ ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ എടാ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്ടേ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇപ്പൊ 2 ചോദ്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തത് വേണമെങ്കിൽ ഒരു മാത്സ് ആയിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം, പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്. മൂന്നാമത്തെ ചോദ്യം ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. പിടിച്ചോണേ. 5 മീറ്റർ നീളമുള്ള ഒരു ബസ് എന്ന് പറഞ്ഞേ, 5 മീറ്റർ നീളമുള്ള ഒരു ബസ് 1 സെക്കൻഡില്
5 മീറ്റർ സഞ്ചരിക്കും. ഓക്കെ, അപ്പോൾ ബസിന്റെ സ്പീഡ് എത്ര എന്ന് ചോദിച്ചാൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബസിന്റെ സ്പീഡ് എത്ര? ബസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡിൽ 5 മീറ്റർ ദൂരം സഞ്ചരിക്കുമെങ്കിൽ ബസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് മനസ്സിലായി. ക്ലിയർ? ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ 5 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ ബസ്സിന് എടുക്കുന്ന സമയം എത്ര എന്നാണ് ചോദ്യം. ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഒരു ട്രെയിൻ പോലെ അങ്ങ് വിചാരിക്കുക. ബസ്സിന് പകരം ട്രെയിൻ ആണെന്ന് കരുതുക. അപ്പൊ നിങ്ങൾ ആലോചിക്കും, സാറ് വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ട്രെയിനകത്ത് 4 ടൈപ്പ് ചോദ്യങ്ങൾ. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. ഒരു പാലം മറികടക്കണം, ഒരു പ്ലാറ്റ്ഫോം മറികടക്കണം, ഒരു തുരങ്കം മറികടക്കണം, ഒരു കൃഷിപ്പുരയിടം മറികടക്കണം എന്ന് ചോദിച്ചാലേ അത് ടൈപ്പ് 2 ആണ്. ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം. ഇവിടെ ട്രെയിൻ അല്ല, ബസ്സാണ്. ബസിന്റെ നീളം എടുക്കുക. ബസിന്റെ നീളം എന്ന് പറഞ്ഞാൽ 5 ആണ്. ബസിന്റെ നീളം പ്ലസ് അല്ലെങ്കിൽ ട്രെയിനിന്റെ നീളം പ്ലസ് പിന്നെ പാലമാണെങ്കിൽ പാലത്തിന്റെ നീളം കൂട്ടുക. ഇവിടെ പാലമാണ്, പാലത്തിന്റെ നീളം കൂട്ടിയാൽ പാലത്തിന്റെ നീളം 5 ആണ്. 5 കൂട്ടുക, ഡിവൈഡഡ് ബൈ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്, ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യകർത്താവ് സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് 5, 5, 5, 5. 5ഉം 5ഉം കൂടെ കൂട്ടിയാൽ 10, 10 ഡിവൈഡഡ് ബൈ ടി, ടൈം. 5ന്റെ രണ്ടാമത്തെ ഗുണിതമാണ് 10. ക്രോസ് ചെയ്ത് കഴിഞ്ഞാല് 1 ഇൻറ്റു ടി, ടി ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2, 2. അപ്പൊ ഉത്തരം 2 സെക്കൻഡ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഒന്നുമില്ല, ട്രെയിൻ ആണെന്ന് കരുതിക്കൂ, ബസ്സിന് പകരം ട്രെയിൻ ആണെന്ന് കരുതിക്കൂ. നമ്മുടെ ട്രെയിന് ഒരു പാലം കടന്നു പോകുന്നു, ആ പാലത്തിന്റെ നീളം 5 മീറ്റർ. സംഭവം ക്ലിയർ ആണ്. ഒരു ട്രെയിൻ പോലെ ചിന്തിച്ചാൽ മതി, ബസ്സിന് പകരം ട്രെയിൻ ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ബസ്സിന്റെ നീളം തന്നിട്ടുണ്ട്, അതും പാലത്തിന്റെ നീളം എത്രയാണോ അതും കൂടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ സമയം ചെയ്തു കഴിഞ്ഞാല് ആ പാലത്തിനെ മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര എന്നുള്ള ചോദ്യ ഉത്തരം റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിക്കാണും. അങ്ങനെയാണെങ്കിൽ ഇതാണ്ടേ, വീണ്ടും ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ഞാൻ പലതവണ നിങ്ങളെ പഠിപ്പിച്ചതാ, ഓർമ്മയുണ്ടോ? ശരാശരി വേഗത കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആകെ ദൂരത്തിനെ ആകെ സമയം കൊണ്ട് ഹരിക്കുക. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആകെ ദൂരത്തിനെ ആകെ സമയം കൊണ്ട് ഹരിക്കുക. ആകെ ദൂരത്തിനെ ആകെ സമയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കിട്ടും. ഇവിടെ ഒരു മനുഷ്യൻ തന്റെ യാത്രയെ 18 കിലോമീറ്റർ, പിന്നെ 20 കിലോമീറ്റർ, ഓക്കെ, പിന്നെ ഉള്ളത് 27 കിലോമീറ്റർ എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ട് വിഭജിച്ചു. 18, 20, 27. കണ്ടോ? ഒരെണ്ണം 18 കിലോമീറ്റർ, അടുത്തത് 20 കിലോമീറ്റർ, അടുത്തത് 27 കിലോമീറ്റർ. അങ്ങനെ 3 ഭാഗങ്ങളാണുള്ളത്. ഓക്കെയാണ്. ചോദ്യകർത്താവ് പറയുന്നു അയാൾ ആ ദൂരം യഥാക്രമം മണിക്കൂറിലെ 6 കിലോമീറ്റർ വേഗത, അടുത്ത ദൂരം 5 കിലോമീറ്റർ വേഗത, അതിനടുത്ത ദൂരം 9 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യന്റെ ശരാശരി വേഗത എത്ര? ആവറേജ് സ്പീഡ് എത്ര? ശരാശരി വേഗത എത്ര? ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ആകെ ദൂരം ബൈ ആകെ സമയം. സമയം വേണം, സമയം വേണം, സമയം വേണം. ചോദ്യകർത്താവ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, പിന്നെ തന്നിട്ടുള്ളത് സ്പീഡാ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? സമയം കണ്ടുപിടിക്കണം. സമയം ഇല്ലാതെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. എടാ കുഞ്ഞുങ്ങളെ, സമയം കണ്ടുപിടിക്കണമെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഒന്നാമത്തെ ഡിസ്റ്റൻസ് 18. എടാ, ഒന്നാമത്തെ ഡിസ്റ്റൻസ് 18. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ആ ഒരു 18 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന സ്പീഡ് 6 കിലോമീറ്റർ. അപ്പോൾ 18/6. അപ്പൊ ഒന്നാമത്തെ സമയം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. അതായത് ആ 18 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം 3 മണിക്കൂറാണെന്ന് നമുക്ക് മനസ്സിലായി. സോ കഴിഞ്ഞു. അടുത്തത് പിടി. ഇതാണ്ടേ, ദൂരം 20. എടാ, ദൂരം എത്രടാ? ദൂരം 20. സ്പീഡ് എത്ര? സ്പീഡ് 5. അപ്പോൾ
ദൂരത്തിനെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഹരിച്ചാൽ ടൈം കിട്ടും. 20നെ 5 കൊണ്ട് ഹരിച്ചാല് 4. അടുത്ത സമയം 4 മണിക്കൂർ സെറ്റ്. അടുത്തത് ദാണ്ടേ മൂന്നാമത്തെ ദൂരം എന്ന് പറഞ്ഞാൽ 27 കിലോമീറ്റർ അല്ലേ? എടാ 27 കിലോമീറ്റർ എന്ത് സ്പീഡിലാണ് സഞ്ചരിച്ചത്? 9 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിച്ചു. ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ടൈം കിട്ടും. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഇസ് ഈക്വൽ ടു ടൈം. അപ്പോൾ 27നെ 9 കൊണ്ട് ഹരിച്ചാല് വീണ്ടും 3 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ദൂരങ്ങളെല്ലാം കൂടെ കൂട്ടുക. ആകെ ദൂരം ബൈ ആകെ സമയം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഇസ് ഈക്വൽ ടു ആവറേജ് സ്പീഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് 18ഉം 20ഉം കൂടെ കൂട്ടിയാൽ 38. എടാ 38ഉം 27ഉം കൂടെ കൂട്ടിയാൽ 38ഉം 7ഉം 7ഉം കൂടെ കൂട്ടിയാൽ 45. 45ന്റെ കൂടെ 20 കൂട്ടിയാൽ 65. അപ്പോൾ ആകെ ദൂരം 65 കിലോമീറ്റർ ആണെന്ന് മനസ്സിലായി. ആകെ ദൂരത്തിനെ ആകെ സമയം കൊണ്ട് ഹരിക്കുക. ആകെ സമയം 3, 4, 7, 3, 10 ആണ്. ആകെ സമയം 10. 65നെ 10 കൊണ്ട് ഹരിച്ചാല് 6.5 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഒന്നും കൂടെ പറയുന്നു, വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോണം. ശരാശരി വേഗത കണ്ടുപിടിക്കാൻ എപ്പോഴെങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ സഞ്ചരിച്ച ആകെ ദൂരത്തിന് അതിനുവേണ്ടി എടുത്ത ആകെ സമയം കൊണ്ട് ഹരിക്കുക. ആകെ ദൂരം ബൈ ആകെ സമയം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു ആവറേജ് സ്പീഡ്. ഉറപ്പിക്കാവുന്ന ചോദ്യമാണ്. ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇവിടെ സമയം തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ഭാഗത്തെയും സമയം കണ്ടുപിടിക്കണം. സമയം കണ്ടുപിടിക്കാൻ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 3 എണ്ണം തന്നിട്ടുണ്ട്, സ്പീഡ് 3 എണ്ണം തന്നിട്ടുണ്ട്. ഓരോ ഭാഗത്തെയും നിങ്ങൾ എന്ത് ചെയ്യണം? ടൈം കണ്ടുപിടിക്കണം. ആ ടൈം എല്ലാം കൂടെ കൂട്ടിയാൽ ടോട്ടൽ ടൈം കിട്ടും. ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഹരിക്കുവാണെങ്കിൽ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത കിട്ടുമെന്ന് മനസ്സിലായി. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ദാ പിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ് സാധനം. ചോദ്യം കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു ചോദ്യമായിരുന്നു. നമുക്ക് എങ്ങനെയാണ് കോഡിങ് വന്നതെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നാവിഗേറ്റ് എന്ന് പറയുന്നതിന് LYSFCWOZ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ഒന്ന് നോക്കിക്കോണേടാ. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14ാമത്തെ അക്ഷരമാണ്. L എന്ന് പറയുന്നത് 12ാമത്തെ അക്ഷരമാണ്. അപ്പോ 2 കുറഞ്ഞെന്ന് മനസ്സിലായി. ബാക്കിലോട്ട് പോകണം, 2 കുറയണം. A എന്ന് പറയുന്നത് 1ാമത്തെ അക്ഷരമാണ്. അവിടെ Y എന്ന് പറയുന്നത് ദാണ്ടേ 25ാമത്തെ അക്ഷരമാണ്. നമ്മള് 2 പിറകോട്ട് വരണം. മനസ്സിലായി? അതും കിട്ടി. എടാ V എന്ന് പറയുന്നത് 22ാമത്തെ അക്ഷരമാണ്. അവിടെ S ആണ് കിടക്കുന്നത് 3ാമത്. S എന്ന് പറയുന്നത് 19. അപ്പോൾ 22ൽ നിന്നും 19ലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ 3 കുറച്ചാൽ മതി. ക്ലിയർ ആണ്? അടുത്തത് I എന്ന് പറയുന്നത് 9ാമത്തെ അക്ഷരമാണ്. ഇവിടെ F എന്ന് പറയുന്നത് 6ാമത്തെ അക്ഷരമാണ്. 9ൽ നിന്ന് 6ലേക്ക് വേണമെങ്കിൽ 3 കുറയ്ക്കണം. അപ്പൊ അതും ക്ലിയർ ആയി. അടുത്തത് G എന്ന് പറയുന്നത് 7ാമത്തെ അക്ഷരമാണ്. G എത്രാമത്തെ അക്ഷരമാണ്? G എന്ന് പറയുന്നത് 7ാമത്തെ അക്ഷരമാണ്. അവിടെ C ആണ് കിടക്കുന്നത്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ അക്ഷരമാണ്. 7ൽ നിന്ന് 3ലേക്ക് ചാടണമെങ്കിൽ 4 കുറയ്ക്കണം. ക്ലിയർ ആണ്? അടുത്തത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് A ആണ്. A എന്ന് പറയുന്നത് 1ാമത്തെ അക്ഷരമാണ്. അവിടെ W ആണ് കിടക്കുന്നത്. നോക്കിക്കോണേ, 1, 2, 3, 4 പുറകോട്ട് പോകണം. മനസ്സിലായി? 4 പുറകോട്ട് പോകേണ്ടത്. അപ്പൊ അതും കിട്ടി. T എന്ന് പറയുന്നത് 20ാമത്തെ അക്ഷരമാണ്. അവിടെ O ആണ് കിടക്കുന്നത്. O എന്ന് പറയുന്നത് എത്രാമത്തെ അക്ഷരമാണ്? O എന്ന് പറയുന്നത് 15. 20ൽ നിന്ന് 15ലേക്ക് പോകണമെങ്കിൽ 5 കുറയ്ക്കണം എന്ന് മനസ്സിലായി. ആ ഒരു ബന്ധം മനസ്സിലാക്കിക്കോണം. ഏറ്റവും അവസാനം ഇനി E എന്ന് പറഞ്ഞാൽ 5ാമത്തെ അക്ഷരമാണ്. Z എന്ന് പറയുന്നത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ചാൽ മതി. ഇതാണ്ടേ 1, 2, 3, 4, 5. 5 പുറകോട്ട് പോകണം. അപ്പൊ ഇതാണ് ബന്ധം. അതായത് 2 തവണ 2 പുറകോട്ട് വേണം.
2 തവണ 3 പുറകോട്ട് പോകണം, 2 തവണ 4 പുറകോട്ട് പോകണം, 2 തവണ 5 പുറകോട്ട് പോകണം എന്നുള്ളതാണ് അവസ്ഥ. അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. എസിൽ നിന്നും 2 കുറയ്ക്കാം. എടാ എസ് എന്ന് പറഞ്ഞാൽ 19 ആണ്, 2 കുറച്ചാൽ ഏതാ? ക്യൂ ആണ്. അപ്പോൾ ഉത്തരത്തിന്റെ തുടക്കം ക്യൂ ആണെന്ന് മനസ്സിലായി. ക്യൂ ആണെന്ന് മനസ്സിലായി. ടി ടി എന്ന് പറയുന്നത് 20, 2 കുറച്ചോ 18, അപ്പോ അടുത്തത് 6 ആണെന്ന് മനസ്സിലായി. 6 എന്ന് പറഞ്ഞാൽ 18, അപ്പൊ പിന്നെ അടുത്തത് 3 കുറയ്ക്കണം. 18 3 കുറച്ചോ 15, ഓയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ QRO എന്നുള്ളതാണ് തുടക്കം വരുന്നത്. അപ്പോ നമ്മൾ 3 കുറച്ചു, അടുത്തത് വീണ്ടും 3 കുറയ്ക്കണം. ഇയിൽ നിന്ന് 3 കുറയ്ക്കുക, 5 നിന്ന് 3 കുറച്ച 2, അപ്പൊ അടുത്തത് B ആണെന്ന് മനസ്സിലായി. അപ്പൊ അതും കിട്ടി. അടുത്തത് N നിന്ന് 4 കുറയ്ക്കണം. N എന്ന് പറയുന്നത് 14 ആണ്. 4 കുറച്ച 10, അപ്പൊ അടുത്ത J ആണ് വരുന്നത്. അടുത്ത J ആണ് വരേണ്ടത്. QROBJ എന്ന് വരുന്നതാണ് തുടക്കം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അവസാനത്തെ അക്ഷരം പിടിച്ചേക്കാം. അവസാനം നിങ്ങൾ 5 ആണ് കുറയ്ക്കേണ്ടത്. അതായത് H എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 8 ആണ്. 8 നിന്ന് 5 കുറച്ചാൽ 3 ആണ്. മൂന്നാമത്തത് C ആണ്. അപ്പൊ ഉത്തരത്തിന്റെ അവസാനം എന്ന് പറയുന്നത് C ആണ്. അപ്പോൾ ഉത്തരത്തിന്റെ അവസാനം C ആയതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ കളയാം. QROBJ ഇവിടെ നടക്കത്തില്ല. QROBJ അല്ല. ആണേ, ഇതും അല്ല. QROBJ അല്ല. അപ്പൊ ഉറപ്പിക്കാം, C ആയിരുന്നു അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. നിങ്ങൾ ആ കോഡിങ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് എല്ലാവർക്കും കിട്ടുന്ന നല്ലൊരു ചോദ്യമായിരുന്നു. എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിച്ച കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ കഴിഞ്ഞ പരീക്ഷയ്ക്ക് കോഡിങ്ങിനകത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വെള്ളം കുടിപ്പിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഇവിടെ കോഡിങ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൈപ്പ് ആൻഡ് സിസ്റ്റേൺ എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അതാണ്ടേ, പൈപ്പ് ആൻഡ് സിസ്റ്റേൺ പഠിച്ചവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ പൈപ്പ് 30 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്കിനെ നിറയ്ക്കും, എഴുതി വെച്ചു. രണ്ടാമത്തെ പൈപ്പ് ആണെങ്കിൽ 40 മിനിറ്റ് കൊണ്ടാണ് ഒരു ടാങ്ക് നിറയ്ക്കുന്നത്, അതും എഴുതി വെച്ചു. ഓക്കെ ആണ്. ഇനി മൂന്നാമതൊരു പൈപ്പ് ഉണ്ട്, അവൻ ടാങ്കിനെ കാലിയാക്കും. മൂന്നാമത്തെ പൈപ്പ് എന്ന് പറഞ്ഞാല് ടാങ്കിനെ കാലിയാക്കാൻ 60 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അത് നമ്മൾ വൃത്തിയായിട്ട് എഴുതി വെച്ചു. 60 മിനിറ്റ് എടുക്കുന്നത് ടാങ്കിനെ കാലിയാക്കാനാണ് ചെയ്യേണ്ട പരിപാടി. അത് നെഗറ്റീവ് വർക്കാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM കണ്ടുപിടിക്കുക. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 60 ആണ്. 60നെ 40 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് 60ന്റെ അടുത്ത മൾട്ടിപ്പിൾ 120. 120നെ 30 കൊണ്ട് 40 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 120 ആണ് LCM. അപ്പൊ 120 ആണ് ടോട്ടൽ വർക്ക്. അപ്പോൾ ഒരു മിനിറ്റിൽ ചെയ്യുന്ന വർക്കിന്റെ അളവെന്ന് പറഞ്ഞാൽ 120 ഡിവൈഡഡ് ബൈ 30 4 ആണ്. 120 ഡിവൈഡഡ് ബൈ 40 3 ആണ്. 120 ഡിവൈഡഡ് ബൈ 60 2 ആണ്. അത് -2 ആണ്. കാരണം നെഗറ്റീവ് വർക്കാണ്, ടാങ്കിനെ കാലിയാക്കുന്ന വർക്കാണ്. 160 ഡിവൈഡഡ് ബൈ 60 2 കാലിയാക്കുമായതുകൊണ്ട് മൈനസ് വർക്കാണ്, -2 എന്ന് കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവന്മാര് 3 പേരും കൂടെ ഒറ്റയടിക്ക് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ 11 4 ജോലി ചെയ്യും, ഇവൻ 3 ജോലി ചെയ്യും. 4 3 7 എണ്ണം ചെയ്യും. അതിൽ 2 എണ്ണം പോക്ക, നെഗറ്റീവാ. അപ്പോ 7 നിന്ന് 2 പോയി കഴിഞ്ഞാൽ 5 വർക്കാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. നമുക്ക് തീരേണ്ടത് 120. തീരേണ്ട വർക്ക് 120. ഒരു മിനിറ്റിൽ ചെയ്യുന്നത് 5 വർക്ക്, 5 വർക്ക് മാത്രമാണ് തീരുന്നത്. 4 3 7. 7 നിന്ന് 2 കുറച്ചാൽ 5. അതായത് ഒരു മിനിറ്റിലെ 5 വർക്ക് മാത്രമേ തീരത്തുള്ളൂ. ഒരു മിനിറ്റിലെ 5 വർക്ക് മാത്രമേ തീരത്തുള്ളൂ. 120നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് 2 5 10, ശിഷ്ടം 2 20 മാറി. 4 5 20, 24. ഓപ്ഷൻ ഡി ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. പ്രത്യേകം ശ്രദ്ധിക്കണം, നെഗറ്റീവ് വർക്ക് ആണെങ്കിൽ മൈനസ് ചിഹ്നം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൈനസ് ചിഹ്നം കൊടുത്തു. 4 3 7. 7 നിന്ന് 2 കുറച്ചാൽ 5. ഒരു മിനിറ്റിൽ ചെയ്യുന്ന ജോലിയുടെ അളവെന്ന് പറയുന്നത് 5 ആണ്. 5 ജോലിയാണ് ഒരു മിനിറ്റിൽ ചെയ്യുന്നത്. നമുക്ക് തീരേണ്ടത് 120. തീരേണ്ടത് 120. ഒരു മിനിറ്റ് ചെയ്യുന്ന 5. 120നെ 5 കൊണ്ട് ഹരിച്ചാൽ ദാ പിടിച്ചോ നമ്മളുടെ ഉത്തരം 24. 24 മിനിറ്റ് കൊണ്ടാണ്
ആ ടാങ്ക് നിറയുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പിടിച്ചു. ഒക്ടോബർ 21 തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത വർഷം ഫെബ്രുവരി 9 ഏത് ദിവസമാണെന്നാ ചോദ്യം. നമ്മൾ പലതവണ പറഞ്ഞു തന്നതാണ്. തന്നിരിക്കുന്ന ദിവസത്തിന് ശേഷമുള്ള ദിവസം മുതൽ കണ്ടുപിടിക്കേണ്ട ദിവസം വരെ കൗണ്ട് ചെയ്യുക. അപ്പോൾ എടാ ഒക്ടോബർ മാസത്തിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒക്ടോബറിലെ എത്ര ദിവസമുണ്ട്? ഒക്ടോബറിൽ 31 ദിവസമില്ലേ? ഉണ്ടല്ലോ. ആ 31 തന്നിരിക്കുന്ന ദിവസം വരെ ഞാൻ കളയണം. തന്നിരിക്കുന്ന ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങളാണ് കൗണ്ട് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ദിവസത്തിന് ശേഷമുള്ള ദിവസമാണ് കൗണ്ട് ചെയ്യേണ്ടത്. ഒക്ടോബറിൽ മൊത്തം 31. ആ 31 21 കളയണം. തന്നിരിക്കുന്ന ദിവസം വരെ കളയണം. 31 21 കളഞ്ഞാൽ ബാക്കി 10. ഒക്ടോബറിൽ 10. നവംബർ എത്ര? നവംബർ 30. നവംബർ 30. ഡിസംബർ 31. അടുത്ത വർഷം ജനുവരി അഗൈൻ 31. ഫെബ്രുവരി 9. കണ്ടുപിടിക്കേണ്ട ദിവസം വരെ കൗണ്ട് ചെയ്യണം. ഒന്നും കൂടെ പറയാം. തന്നിരിക്കുന്ന ദിവസത്തിന് ശേഷമുള്ള ദിവസം മുതൽ കണ്ടുപിടിക്കേണ്ട ദിവസം വരെ കൗണ്ട് ചെയ്യണം. കൂട്ടണം എന്നർത്ഥം. അതായത് പരിഗണിക്കുക, കൂട്ടുക, കൗണ്ട് ചെയ്യുക. എന്നിട്ട് ഇതേണ്ടേ പല പരിപാടികളുണ്ട്. അതിൽ ഏറ്റവും ഈസിയസ്റ്റ് മാർഗം എന്ന് പറഞ്ഞാല് ഈ കിട്ടിയവന്മാരെ ഓരോരുത്തരെയും 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടമെടുക്കുക. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇവന്മാരെ ഓരോരുത്തരെയും 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടമെടുക്കുക. 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടമെടുക്കുക. 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടമെടുക്കുക. 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടമെടുക്കുക. അങ്ങനെയാണെങ്കിൽ 10നെ 7 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം പിടിയട പിള്ളേരെ 3. ക്ലിയർ? 4 7 28 ശിഷ്ടം 2 സെറ്റ്. 4 7 28 ശിഷ്ടം 3. 4 7 28 ശിഷ്ടം 3. 1 7 ശിഷ്ടം 2. കണ്ടോ എന്താ ഞാൻ ചെയ്തത്? ഓരോരുത്തരെയും 7 കൊണ്ട് ഹരിച്ചു, ശിഷ്ടം എഴുതി. ഇതാണ്ടേ. ഇനി ഈ രണ്ടും കൂടെ കൂട്ടിയ 4 4 3 7 കൂടെ കളയാം. 7 ഉണ്ടെങ്കിൽ വെട്ടി കളയാം. കാരണം 7 എന്ന് പറഞ്ഞാൽ 7നെ 7 കൊണ്ട് ഹരിച്ച ശിഷ്ടം 0 ആയതുകൊണ്ട് 7 എവിടെങ്കിലും കിടപ്പുണ്ടെങ്കിൽ നൈസായിട്ട് വെട്ടി അങ്ങ് കളയുക. ഓക്കെ ആണോ? ആണ്. 2 2 4 3 7 അങ്ങ് കളഞ്ഞു. ബാക്കിയുള്ളത് 3 3 6 അല്ലേ? ബാക്കിയുള്ളത് 3 3 6. അതായത് തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ 6 കൂട്ടുക. തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ 6 കൂട്ടുക. തന്നിരിക്കുന്ന ദിവസം തിങ്കളാഴ്ചയല്ലേ? തിങ്കളിന്റെ കൂടെ 6 കൂട്ടടാ. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. നമ്മുടെ ഉത്തരം ഞായർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡേറ്റ് തന്നിട്ട് മറ്റൊരു ഡേറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ തന്നിരിക്കുന്ന ദിവസത്തിന് ശേഷമുള്ള ദിവസം മുതൽ കണ്ടുപിടിക്കേണ്ട ദിവസം വരെ പരിഗണിക്കുക. ഓരോരുത്തരെ 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എഴുതുക. എവിടെയെങ്കിലും 7 കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം വെട്ടിക്കളയുക. ആ മിച്ചമുള്ളത് ഇങ്ങോട്ട് പിടിക്കുക. തന്നിരിക്കുന്നതിന്റെ കൂടെ കൂട്ടുക, തന്നിരിക്കുന്നതിന്റെ കൂടെ കൂട്ടുക, തന്നിരിക്കുന്നതിന്റെ കൂടെ കൂട്ടുക, തന്നിരിക്കുന്നതിന്റെ കൂടെ കൂട്ടുക. തിങ്കളിന്റെ കൂടെ 6 കൂട്ടിയാൽ ഞായർ. ആൻസർ ഞായർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ദാ പിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ. ഈ ശ്രേണി നിങ്ങളൊന്ന് പൂർണ്ണമാക്കാൻ ആണ് ചോദ്യകർത്താവ് ചോദിച്ചത്. 420 എന്ന് പറയുന്നത് 200 ആയി. അപ്പോഴേ നിങ്ങൾക്ക് ആലോചിക്കാം, എടാ 420ന്റെ പകുതി എത്ര? എന്തായാലും ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കുറവാണല്ലേ? ഭയങ്കരമായ കുറവാണെങ്കിൽ അത് ഡിവിഷൻ ആണ് അല്ലെ? അപ്പോ 420ന്റെ പകുതി എത്ര? ചുമ്മാ ഒന്ന് അടിച്ചു നോക്കാം. 420ന്റെ പകുതി എന്ന് പറയുന്നത് 420ന്റെ പകുതി. ഞാൻ ആദ്യം പകുതി എടുത്തു. 420ന്റെ പകുതി എത്ര? 210 അല്ലെ? 210. ആ 210 ഞാനൊരു 10 കുറച്ചു വെറുതെ. 210 10 കുറച്ച എത്ര? 210 10 കുറച്ച 200. കണ്ടോ? അങ്ങനെയാണ് 200 വന്നത്. അപ്പൊ 200ന്റെ പകുതി എത്ര? 200ന്റെ പകുതി 100. 100ന്ന് 8 കുറച്ചാൽ 92. അപ്പൊ 92ന്റെ പകുതി എത്ര? 92ന്റെ പകുതി 46. 46ന്ന് 6 കുറച്ച എത്ര? 40. അപ്പോ 40ന്റെ പകുതി എത്ര ആളാ? 40ന്റെ പകുതി 20. 20ന്ന് 4 കുറച്ചു. എല്ലായിടത്തും പകുതി എടുക്കുവാണ്. 10 കുറയ്ക്കുക, 8 കുറയ്ക്കുക, 6 കുറയ്ക്കുക, 4 കുറയ്ക്കുക. അപ്പൊ അടുത്തത് എന്താണ്?
രണ്ടാണ് കുറയ്ക്കേണ്ടത്. പകുതി എടുക്കുക, 2 കുറയ്ക്കുക. 16ന്റെ പകുതി എത്ര? 8. 8 ഇന്ന് 2 കുറച്ച എത്ര? കണ്ണും പൂട്ടി അടിക്കാം, ഉത്തരം 6. പകുതി എടുക്കുക, പിന്നെ ബാക്കിയുള്ളത് 10 കുറച്ചു, 8 കുറച്ചു, 6 കുറച്ചു, 4 കുറച്ചു, അടുത്തത് 2 ആണ് കുറയ്ക്കേണ്ടത്, മനസ്സിലാക്കിക്കോണം. അങ്ങനെ അത് കഴിഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ദാണ്ടേ, ഒരു കച്ചവടക്കാരന്റെ കയ്യില് 48 പേനയുണ്ട്, 72 പെൻസിലുണ്ട്, 120 നോട്ട്ബുക്ക് ഉണ്ട്. ഇവയില് എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തി ഒന്നും അവശേഷിക്കാതെ ബാക്കി ഉണ്ടാകാതെ ഇവയെ പാക്കറ്റിലാക്കുകയാണെങ്കിൽ അയാൾക്കുണ്ടാക്കാൻ കഴിയുന്ന പരമാവധി പാക്കറ്റുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഉറപ്പിക്കാമല്ലോ ഏത് ക്വസ്റ്റ്യനാ? LCM ആൻഡ് HCF എന്ന് പറയുന്ന ചാപ്റ്ററിലെ HCFുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഞാൻ ക്ലാസ്സിൽ പലതവണ ഇതുപോലത്തെ പല എക്സാമ്പിളുകൾ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈവില്. LCM HCF എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പരമാവധി മാക്സിമം എന്ന് കാണുമ്പോഴേ പ്രോബബിളി അത് HCFന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് 48ന്റെയും 72ന്റെയും 120ന്റെയും കൂടെ HCF എടുത്തു കഴിഞ്ഞാൽ ആൻസർ സെറ്റായി. ആണ്ടേ 48, 72, അതേപോലെ 120. ഇവന്മാരെ എല്ലാവരെയും 24 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. 24ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ് 48. 24ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ആണ് 72. 24ന് 5 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണം ചെക്ക് ചെയ്താൽ മതി. 24ന് 5 കൊണ്ട് ഗുണിച്ച I4 20, I2 10, 2 12, 120. കണ്ടോ? അപ്പോൾ 24ന്റെ അഞ്ചാമത്തെ മൾട്ടിപ്പിൾ ആണ് 120. അതായത് 48ന്റെയും 72ന്റെയും 120ന്റെയും കൂടെ HCF എന്ന് പറയുന്നത് 24 ആണ്. HCF കണ്ടുപിടിക്കാൻ അറിയണം. HCFുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്തു പഠിക്കണം. LCM HCF എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരീക്ഷകളിൽ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് തിരിച്ച് നമ്മുടെ മുമ്പിൽ കയറി വരുന്നത്. അപ്പൊ അതുകൊണ്ട് LCM HCF എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചെയ്തു പഠിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓപ്ഷൻ എ ആയിരുന്നു റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ അല്ലെങ്കിൽ ഈ പരീക്ഷയിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ, അവസാനത്തെ ചോദ്യം ദാ പിടിച്ചു. ഈ ചോദ്യം പണ്ട് മുതലേ ചോദിക്കുന്നതാണ്. ഈ ചോദ്യം പണ്ട് മുതലേ ചോദിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഓപ്ഷൻ നോക്കിയിട്ട് അങ്ങ് ചെയ്തങ്ങ് കളയത്തേ ഉള്ളൂ. അതാണ് എളുപ്പ പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. ഇതാണ്ടേ, ഒരു പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിന് 3 മാർക്ക് കിട്ടും, തെറ്റുത്തരത്തിന് 1 മാർക്ക് കുറയുകയും ചെയ്യും. ആകെയുള്ളത് 100 ചോദ്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഉത്തരം എഴുതി, അങ്ങനെ 100 ചോദ്യങ്ങൾ ഉത്തരം എഴുതി 120 മാർക്കാണ് മൊത്തത്തിൽ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ശരി ഉത്തരങ്ങളുടെ എണ്ണം എത്രടാ പിള്ളേരെ എന്നാണ് ചോദ്യം. അപ്പൊ ശരി ഉത്തരങ്ങളുടെ എണ്ണം 45 ആണോ 55 ആണോ 25 ആണോ 35 ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ഇത് ഓപ്ഷൻ വെച്ച് ചെയ്യുന്നതാണ്, പെട്ടെന്ന് അതിന്റെ ആൻസർ കിട്ടും, പെട്ടെന്ന് കിട്ടും ആൻസർ. നമ്മളെല്ലാവരും പണ്ട് മുതലേ ഓപ്ഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ശരി ഉത്തരത്തിന് ഇത്ര മാർക്ക് കിട്ടും, തെറ്റുത്തരത്തിന് ഇത്ര മാർക്ക് കുറയും എന്നൊക്കെ പറയുന്ന വരുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഓപ്ഷൻ വെച്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയത്തില്ല 45 ആണെന്ന് കരുതാം. അതായത് ശരി ഉത്തരങ്ങളുടെ എണ്ണം 45 ആണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ അങ്ങ് എടുക്കുക. കാരണം ശരി ഉത്തരങ്ങളുടെ എണ്ണം എത്ര? 45 ആണെന്ന് അങ്ങ് കരുതാം. അപ്പോൾ ശരി ഉത്തരങ്ങൾ 45 ആണെന്ന് അങ്ങ് കരുതൂ. അപ്പോൾ ഓരോ ശരി ഉത്തരത്തിന് 3 മാർക്ക് വെച്ച് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ശരി ഉത്തരങ്ങൾ 45 ആണെങ്കിൽ തെറ്റുത്തരങ്ങൾ എത്ര ആയിരിക്കും? 55 അല്ലേ? കാരണം മൊത്തം 100 ചോദ്യങ്ങളാണ് ഉള്ളത്. അതിലെ 45 എണ്ണം ശരി ഉത്തരമാണെങ്കിൽ എനിക്കറിയില്ല, ആണെങ്കിൽ ബാക്കിയുള്ള 55 എണ്ണം തെറ്റുത്തരങ്ങളാണെന്ന് കോമൺ സെൻസിൽ ആലോചിക്കാം. ശരി ഉത്തരത്തിന് 3 മാർക്ക് കിട്ടും. അപ്പോ 45 ശരി ഉത്തരം ഉണ്ടെങ്കിൽ 45നെ 3 കൊണ്ട് ഗുണിക്കുക. 45നെ 3 കൊണ്ട് ഗുണിച്ചാല് I3 15, 4 3 12, 1 13, 135 കിട്ടും. ആ 135ൽ നിന്ന് തെറ്റുത്തരത്തിന് ഓരോ മാർക്ക് വെച്ച് കുറയും. അപ്പൊ 55 എണ്ണം തെറ്റല്ലേ? അപ്പൊ ഞാൻ ഏതാണ്ട് 55 എണ്ണം കുറച്ചു. 5ന്ന് 5 കുറച്ച 0, 8 5 13, 80 മാർക്കേ ഫൈനലായിട്ട് കിട്ടത്തുള്ളൂ. പക്ഷെ ചോദ്യകർത്താവ് പറയുന്നത് എത്ര കിട്ടുമെന്നാ? 120 കിട്ടുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആ ഒരു ഓപ്ഷൻ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൂടെ? ആ ഒരു ഓപ്ഷൻ തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ അടുത്ത പിടി,
ശരി ഉത്തരങ്ങളുടെ എണ്ണം 55 ആണെങ്കിൽ തെറ്റുത്തരങ്ങളുടെ എണ്ണം 45 ആണെന്ന് കോമൺ സെൻസ് കൊണ്ട് ആലോചിക്കണം. ആണോ? അപ്പൊ ശരി ഉത്തരങ്ങള് 55 എണ്ണം ഉണ്ടെന്ന് കരുതുക. ഓരോ ശരി ഉത്തരത്തിന് 3 മാർക്ക് വെച്ച് കിട്ടും. അങ്ങനെയാണെങ്കിൽ മക്കളെ 55നെ 3 കൊണ്ട് ഗുണിച്ചാൽ i3 15, ശിഷ്ട 1, i3 15 1 16, 165 മൊത്തം കിട്ടും. 45 എണ്ണം തെറ്റായിരുന്നു. ഓരോ മാർക്ക് വെച്ച് കുറയും. 45 × 1 45. 45 കുറഞ്ഞു. എടാ പിള്ളേരെ, 45 കുറയുവാണെങ്കിൽ ദാ പിടിച്ചോ, 120 ഫൈനലായിട്ട് കിട്ടത്തില്ലേ? 120 കിട്ടുന്നുണ്ടെന്നല്ലേ ചോദ്യകർത്താവ് പറഞ്ഞത്. അപ്പൊ ശരിയാണ്. അപ്പൊ ഏതായിരുന്നു ഉത്തരം? ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇങ്ങനെ ഒരു 10 ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഏറ്റവും അവസാനം നമ്മൾ എഴുതിയ CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് ചോദിച്ചത്. തുടർന്ന് നമ്മുടെ മുമ്പിലേക്ക് പരീക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ആദ്യ പരീക്ഷ തുടങ്ങിയ അന്ന് മുതൽ തന്നെ മാത്സിലെ ഓരോ പരീക്ഷകൾ കഴിയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് വരുന്ന പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടാറുണ്ട്. കാരണം മേഖലകൾ നമുക്ക് കൃത്യമായിട്ട് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ട് ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കുവാനും സാധിക്കാറുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം പരീക്ഷകളൊക്കെ എഴുതുന്ന ആളുകൾക്ക് നല്ല മാർക്കോട് കൂടി അവർക്ക് മുമ്പിലേക്ക് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തില് നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടും പുതിയ പരീക്ഷകളെ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ ഏറ്റവും പുതിയ ഒരു 6 മാസത്തെ കോഴ്സ് CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഒരു മെന്റർഷിപ്പോട് കൂടി ഓരോ ദിവസങ്ങളും എങ്ങനെ കൃത്യമായിട്ട് പഠിക്കണം, ഏതൊക്കെ ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾ ആ ഒരു 6 മാസത്തിനുള്ളിൽ ആ സിലബസ് പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കാണേണ്ടത്, ഓരോ ദിവസങ്ങളും ഏതൊക്കെ ലൈവ് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഏതൊക്കെ പരീക്ഷകളാണ് എഴുതേണ്ടത് എന്നതുൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡൻസോട് കൂടിയ ഏറ്റവും മികച്ച ഒരു ബാച്ചാണ് നമ്മൾ ഈ പറയുന്ന ബിഗിനേഴ്സ് ബാച്ച് എന്നുള്ള രീതിയിൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോ പുതുതായിട്ട് പരീക്ഷ എഴുതുന്ന ആളുകൾ ഏറ്റവും പുതിയ ബിഗിനേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചു 2026 2027 കൂടി നിങ്ങളുടെ സ്വപ്ന ജോലി യാഥാർത്ഥ്യമാക്കാനുള്ള വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാവുന്നതാണ്. 2026 2027 കൂടി നിങ്ങൾ ആ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന, അതായത് സഹകരണ ബാങ്കിലെ ഒരു ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷർ ആകുക എന്നുള്ള നിങ്ങളുടെ ആ ഒരു സ്വപ്ന ജോലി യാഥാർത്ഥ്യമാക്കാനുള്ള പുതിയ അവസരങ്ങളുമായിട്ടാണ് CSEB ബോർഡ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അവസരങ്ങൾ പിന്നീട് തിരിച്ചു വരത്തില്ല. സോ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഓരോ പരീക്ഷകൾ കഴിയുമ്പോഴും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി വലിയ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ ദൃഢനിശ്ചയത്തോട് തയ്യാറെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.